ജനസംഘത്തിനെതിരെയായാലും അതുപോലെ LK അദ്വാനിക്കെതിരെയായാലും ജനതാ പാർട്ടിക്കെതിരെയുള്ള മൂവ്മെന്റിലായാലും ഏറ്റവും കൂടുതൽ UPA സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലായാലും എപ്പോഴാണ് റൈറ്റിനെ അടയാളപ്പെടുത്തിയിട്ട് ഇടതുപക്ഷം പ്രവർത്തിച്ചിട്ടുള്ളത്? കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ളിടത്ത് അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളിടത്ത് കോൺഗ്രസ് വിരുദ്ധ നിലപാട് എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടെങ്കിലും സ്ഥിരമായ ഒരു നിലപാട് എടുക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? എന്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യം കോൺഗ്രസിനോട് സ്ഥിരമായൊരു സമീപനമുണ്ടോ ഇടതുപക്ഷത്തിനെന്നാണ്. വളരെ ലളിതമാണ്. കോൺഗ്രസിന് സ്ഥിരമായൊരു നിലപാടുണ്ടെങ്കിൽ കോൺഗ്രസിനോടും സ്ഥിരമായ നിലപാടുണ്ടാവും. കോൺഗ്രസ്സാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തെ ജയിലിലിട്ടത്. അന്ന് ഇതിനെതിരായിട്ട് പോരാടുകയാണ് ഞങ്ങൾ ചെയ്തത്. അന്ന് ജയിലിൽ പോയത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമാണ്. അപ്പോൾ രാജ്യത്ത് ജനാധിപത്യം ഭരണഘടനാ വിരുദ്ധമായി കവർന്നെടുത്ത കോൺഗ്രസിനെ അനുകൂലിക്കാൻ പറ്റുമോ? അപ്പോൾ CPIM കോൺഗ്രസിന്റെ ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു നിലപാട് അന്നത്തെ തീവ്ര വലതുപക്ഷത്തിനെതിരാണെന്ന് കണ്ടാൽ, ഉദാഹരണത്തിന് 1969 ശ്രീമതി ഇന്ദിരാഗാന്ധി നേതൃത്വം കൊടുത്ത താരതമ്യേന വ്യത്യസ്തമായ തീവ്ര വലതുപക്ഷ നിലപാടുകാരുന്ന കോൺഗ്രസുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ആ ഗവൺമെന്റിനെ താങ്ങി നിർത്തിയത് ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ അവസരം കൊടുത്തത് CPM-ഉം CPI ഒക്കെ ചേർന്നിട്ടാണ്. അത് ആ ചരിത്രമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഒറ്റ ക്വസ്റ്റ്യൻ. സാർ പറഞ്ഞു അവസരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അവകാശപ്പെട്ട് സ്വതന്ത്രരായി മത്സരിച്ച കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും സ്വാഭാവികമായിട്ടും അവർ കോൺഗ്രസിന്റെ കൂടെ ചേർന്നപ്പോൾ അവർ വർഗ്ഗശത്രുക്കൾ എന്ന് വിളിക്കുമ്പോൾ അങ്ങ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇതേ കോൺഗ്രസിന്റെ പിന്തുണയിൽ കക്ഷിയിൽ മത്സരിച്ച ഇടതുപക്ഷ ജനപ്രതിനിധികളെ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന MP-മാരെ MLA-മാരെ അങ്ങ് എന്ത് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിക്കുക എന്നുകൂടി അദ്ദേഹം അങ്ങ് പറയണമെന്ന് ചെറിയ തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ച MP-മാർ, തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് MP-മാർക്കും CPM-ന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാൻ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ തീരുമാനമാണ്. രാജസ്ഥാനിൽ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ബീഹാറിൽ മഹാഗഠബന്ധന്റെ ഭാഗമാണ്. ഇവിടെ കേരളത്തിൽ യഥാർത്ഥത്തിലുള്ള ഇടതുപക്ഷ പുരോഗമന ശക്തികൾ ഉള്ളപ്പോൾ ആ ഇടതുപക്ഷ പുരോഗമന ശക്തികളെ വഞ്ചിച്ച് കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് പോയതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. വളരെ വ്യക്തമാണ് CPM-നെ ഇതിനെ സംബന്ധിച്ചുള്ള നിലപാട്.